ഇതിൻ്റെ അവസ്ഥ കണ്ടോ. ഇതാണ് നമ്മുടെ സ്കൂട്ടറുകളിൽ വരുന്ന ഓയിൽ ഫിൽട്ടർ. ഇങ്ങനെ ഓയിൽ ഫിൽട്ടർ ഉള്ള കാര്യം ഈ വണ്ടി കൊണ്ട് നടക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയില്ല. ഇങ്ങനൊരു സാധനമുണ്ട്, ഇത് ഇളക്കി ക്ലീൻ ചെയ്യണം നമ്മൾ ഓയിൽ മാറുന്ന സമയത്ത്. ഇത് നമ്മൾ ഓയിൽ ചുമ്മാതെ മാറിക്കൊണ്ട് നടന്നതാണ്ട് ഇതേ അവസ്ഥയാവും. ഇതിപ്പം ഫിൽട്ടർ ഊരി ക്ലീൻ ചെയ്യാത്തൊരു വണ്ടിയാണ്. അതിൻ്റെ അവസ്ഥ കണ്ടോ. ഇത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഗിയർ ഓയിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മുടെ മറ്റേ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഉപകാരമുള്ളൊരു വീഡിയോയാണ്. കാരണം സ്കൂട്ടറുള്ള മിക്ക ആൾക്കാർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂട്ടറിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഓയിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മാത്രമല്ല ഗിയർ ഓയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് രണ്ടും മിക്കവരും ഈ വണ്ടി ഓടിക്കുന്ന എൻ്റെ ഒരു 80% ആൾക്കാർക്കും അറിയില്ല. ഫിൽറ്റർ മാറുന്നു, ഓയിലിൻ്റെ ഫിൽറ്റർ മാറുന്നുണ്ട്. എഞ്ചിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്ററാണ്, സ്വന്തമായിട്ട് മാറാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ സർവോയുടെ ഓയിലാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്രേഡാണെന്ന് വെച്ചാൽ അത് നോക്കി മേടിക്കുക. അടുത്തായിട്ട് നമുക്ക് മാറാനുള്ളത് എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിൽ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ എഞ്ചിനകത്ത് ഒരു ഫിൽറ്ററുണ്ട്, ഓയിലിൻ്റെ ഫിൽറ്ററുണ്ട്, അതും കൂടെ മാറണം. അത് ദാണ്ട് ഇവിടാണ് വരുന്നത്. അത് ഞാൻ ഇളക്കാൻ വേണ്ടി സ്പാൻഡ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടാണ് ഫിൽറ്റർ വരുന്നത്. നമുക്ക് അത് ഇളക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഓയിലിൻ്റെ നട്ട് ഇതാണ്. ഈ ഓയിലിൻ്റെ നട്ട് ഊരിയിട്ട് നമുക്ക് ഓയിലെല്ലാം ഡ്രെയിനേജ് ചെയ്ത് എടുക്കണം. ശേഷമാണ് നമ്മൾ ബാക്കി അഴിക്കാൻ പോണത്. ആദ്യം നമുക്ക് ഓയിൽ ഡ്രെയിനേജ് ചെയ്തെടുക്കാം. അതിനിട്ട് പോയി അപ്പം അത് 12-ൻ്റെയാണ് ബോക്സാണ് വരുന്നത്. 12-ൻ്റെ ബോക്സ് ഇട്ട് പിടിക്കണം. തെന്നി പോവാതെ വേണം പിടിക്കാൻ. തെന്നിക്കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് പണി കിട്ടും. നല്ല ടൈറ്റ് ഉണ്ട്. എന്തായാലും എനിക്കൊരു നല്ല പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബോൾട്ട് തെന്നിയിട്ടുണ്ട്, എൻ്റെ തലപ്പ്. ഇനി ഇത് ഊരാൻ ഞാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും. ഇത് ഊരിയെടുക്കാൻ ഇച്ചിരി പാടാണ്. നേരത്തെ ആരോ ഊരിയപ്പോൾ ഇത് തെന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ തലപ്പും. അങ്ങനെയാണ് ഞാൻ പിടിച്ചപ്പോഴത്തേക്ക് ബാക്കിയും കൂടെ തെന്നി പോയിട്ടുണ്ട്. ഇനി ഇത് ഊരാൻ കുറേ പാടാണ്. ഞാൻ തട്ടി അടിച്ചൊക്കെ ഊരി എടുക്കേണ്ടി വരും. എന്തായാലും നോക്കാം. അങ്ങനെ ഞാൻ അവസാനം എന്തൊക്കെയോ ചെയ്ത് തട്ടി ഉളിയൊക്കെ വെച്ച് അടിച്ച് ഞാൻ വെട്ടി അത് ലൂസാക്കി എടുത്തിട്ടുണ്ട് ബോൾട്ട്. ഇനി അത് ഊരി എടുത്തിട്ട് നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഊരി എടുത്തിട്ട് ഇതേ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു വെക്കാൻ ഒക്കത്തില്ല. എന്തായാലും ഞാൻ ഊരി എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഓയിൽ നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലാണ് പിടിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഫിൽറ്ററിൻ്റെയും കൂടെ ബോൾട്ട് ഊരിയിട്ട് ഫിൽറ്ററിൻ്റെയും കൂടെ ഊരി വിടാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓയിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. എളുപ്പം പരിപാടി കഴിയും. നമുക്കതും കൂടെ ഊരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ. ആരും അധികം മാറാത്ത ഒരു സാധനമാണ്. ഇതിൻ്റെ അവസ്ഥ നോക്കിയാണ്. ഇത് ഓയിൽ ഫിൽറ്റർ ഈ കോലത്തിലല്ല ഇരിക്കുന്നത്, നല്ല സിൽവർ കളറിൽ ഇരിക്കുന്ന സാധനം. ഇതിനകത്തിപ്പോൾ ഇരിക്കുന്ന അഴുക്ക് നോക്കിയാണ്. ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെയും ഈ ഓയിൽ ഫിൽറ്റർ മാറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് സെക്കൻഡ് ഹാൻഡ് മേടിച്ച വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ നോക്കി ഈ പരുവായി. ഇതിങ്ങനെ ഇരിക്കേണ്ട സാധനം. ഇത്രയും അഴുക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഓയിലിനകത്തൊക്കെ ഇത്രയും അഴുക്ക് എവിടെ നിന്ന് വരുന്നതാണ് അറിയാൻ വയ്യാത്ത. ഇത്രയും അഴുക്കും ഇത് നോക്കിയാണ്. ഇതേപോലെ ഞാൻ ഇതുവരെ ഒരു ഓയിൽ ഫിൽറ്റർ കണ്ടിട്ടില്ല. ഇതേപോലെ ഈ സ്കൂട്ടറിൻ്റെ ഈ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം. ഇത്രയും അഴുക്ക് വരുമെന്ന് ഓയിലിനകത്ത്. ചെറിയ രീതിയിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് ഓയിൽ ഫിൽറ്റർ മാറാതെ ക്ലീൻ ചെയ്യാതെ കൊണ്ടു നടക്കുന്നവരുടെ അവസ്ഥ, വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇതേപോലെ ഇതുവരെയും വണ്ടി മേടിച്ചിട്ട് വർഷങ്ങളായിട്ട് ഓയിൽ ഫിൽറ്റർ മാറാത്തവരുടെ വണ്ടിയൊക്കെ ഏകദേശം ഇതേപോലെ ആയിരിക്കും. അപ്പം ഞാൻ അത് ക്ലീൻ ചെയ്തപ്പോഴത്തുള്ള അവസ്ഥ നോക്കി. ഇതേപോലെ ഇരുന്ന സാധനമാണ് ആ അവസ്ഥയിൽ കിട്ടിയത്. അപ്പം ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്ന സാധനമാണ്. ഇത്രയും അഴുക്കൊക്കെ അതിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി അത് റീസെറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഈ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ വണ്ടി ഒന്ന് ചരിച്ച്
ഈ സൈഡിൽ കൂടെ ബാക്കിയുള്ള ഓയിലും കൂടെ അടിഞ്ഞു കിടക്കുന്ന എവിടെയാണ് ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ കുറച്ച് ഓയിലുണ്ടായിരുന്നു, അതങ്ങ് പോയി കിട്ടും. പഴയ ഓയിലാണ്. അപ്പോൾ അതുകൂടെ കളഞ്ഞ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓയിൽ ഫിൽറ്റർ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മാറാനുള്ളത് നമ്മുടെ എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിലിൻ്റെ നെട്ട് താണ്ട നമ്മുടെ ഊരിയെടുത്ത അവസ്ഥയാണ് ഇത്. ടൈറ്റായി തെന്നിപ്പോയത് കാരണം ഊരി വന്നില്ല. അവസാനം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് അടിച്ച് ഉളിയൊക്കെ വെച്ചിട്ട് തട്ടിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഇതെടുത്ത് സെറ്റ് ചെയ്യാൻ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഊരാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊരു നെട്ട് വെച്ച് വെൽഡ് ചെയ്യാൻ പോവാണ്. നെട്ട് വെച്ച് വെൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഊരാനും മുറുക്കാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ വെച്ച് ഒരിക്കലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു ബോൾട്ട് മേടിച്ച് ഇടേണ്ടി വരും. കടയിൽ ചെന്ന് വേറെ എഞ്ചിൻ്റെ ബോൾട്ട് ഇതേപോലെ മേടിക്കേണ്ട ഒരു ഇതേ അളവിനുള്ളത്. അപ്പം അതിൽ നല്ലത് നമുക്കിപ്പം തൽക്കാലത്തേക്ക് എളുപ്പ പരിപാടി എന്ന് പറഞ്ഞ് എനിക്കിവിടെ വെൽഡ് മെഷീൻ ഉള്ളത് കാരണം ഞാൻ സ്വന്തമായിട്ട് ഒരു നെട്ടെടുത്ത് വെൽഡ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അതാ ഇതേപോലെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നെറ്റ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് സ്പാനർ കയറുന്ന രീതിയിലാക്കണം. ഇതിപ്പം സ്പാനർ നമ്മൾ റിങ് സ്പാനർ ഇട്ട് കഴിഞ്ഞാൽ കയറത്തില്ല, ഇച്ചിരി കൂടെ സൈഡ് തട്ടും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ അതാണ്ട് ഇതേപോലെ ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിങ് സ്പാനർ ഇട്ടാൽ കറക്റ്റായിട്ട് ലോക്ക് കിട്ടും, തെന്നി പോകത്തില്ല. അപ്പോൾ നമുക്കിനി എടുത്ത് സെറ്റ് ചെയ്യാം. അങ്ങനെ ബോൾട്ട് എന്തായാലും നമ്മൾ വെൽഡ് ചെയ്ത് പീസ് ഒരു നെറ്റ് പിടിപ്പിച്ചത് കാരണം ഇതേപോലെ നമുക്ക് ടൈറ്റായിട്ട് നല്ലപോലെ മുറുക്കി വെക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പണി പാടുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മുറുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് ടൈറ്റ് ചെയ്യില്ല. ഓവറായിട്ട് ടൈറ്റ് ചെയ്താൽ ചൂടാകുമ്പോൾ വീണ്ടും ഇച്ചിരി കൂടെ ടൈറ്റായി നമുക്ക് ഊരാൻ പാടായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് ഓയിൽ ഒഴിക്കണം. ഇവിടാണ് ഓയിൽ ഒഴിക്കുന്നത്, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ അളവായിരിക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എത്ര ml ആണ് ഇതിനകത്ത് ഒഴിക്കാനുള്ളതെന്ന്. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൾ നോക്കിയിട്ട് ഒഴിക്കാം. ഇത്രയും പരിപാടിയാണ് നമ്മൾ ഫുള്ള് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും വരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാതെ ശ്രമിക്കുക.